നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലിച്ചസിൽ നടന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം കളിച്ച പ്ലെയേഴ്സിന്റെ പേരറിയില്ല, അവരുടെ യൂസർ നെയിമാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമിന്റെ ഗ്യൂക്കോ പിയാനോ വേരിയേഷൻ ആണ്. ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസിന് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇപ്പോൾ വൈറ്റിന്റെ E4 പോണ്ട ഒരു അറ്റാക്കുമാണ്. വൈറ്റിന് വേണമെങ്കിൽ ആ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 4 നൈറ്റ്സ് ഗെയിമിലേക്ക് മാറാം. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം D3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇത് പിയാനിസിമോ വേരിയേഷൻ ആണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കാസിനും ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ആദ്യം H6 മൂവ് ചെയ്തുകൊണ്ട് ഈ G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് H3 മൂവ് ശേഷം കിങ്സ് എല്ലിലേക്ക് കാസിലും ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിന്റെ ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനോട് ആദ്യം C3 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ B4 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ബ്ലാക്കിന് വേണമെങ്കിൽ A5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം വൈറ്റിന്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം D4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. ആ പോണിപ്പോൾ 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വൈറ്റിനെ ഒരു ബിഷപ്പോട് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിലും ആ ബിഷപ്പിന് എപ്പോൾ വേണമെങ്കിലും ഗെയിമിലേക്ക് വരാം എന്ന അവസ്ഥയിലാണ്. എന്നാൽ ബ്ലാക്കിന്റെ പ്രധാനപ്പെട്ട പീസുകളൊന്നും ഇതുവരെയും ഗെയിമിലേക്ക് വന്നിട്ടില്ല. ഇവിടെ വൈറ്റ് സെൻട്രൽ പോണിനെ മുന്നോട്ടുകൊണ്ടാണ് E5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോഴും ഈ ഡെവലപ്പാവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഡെവലപ്പായ നൈറ്റിനെ തന്നെ വീണ്ടും മൂവ് ചെയ്യാണ്. നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവരുന്നു. നൈറ്റ് G6ലേക്ക് വന്നതോടെ വൈറ്റ് അറ്റാക്ക് ആരംഭിക്കുകയാണ്. ആദ്യം ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഈ ബിഷപ്പിനെ കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റിനായിരിക്കും വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇത് ബ്ലാക്കിന്റെ ഭാഗത്തുനിന്നും സംഭവിച്ച വലിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ F7ലെ പോൺ പിന്നിങ്ങിലാണെന്ന കാര്യം മറന്നുപോയി. വൈറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആദ്യം ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ഒരു പീസ് പൂർണ്ണമായും നഷ്ടമായെങ്കിലും ബ്ലാക്ക് തോൽവി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ബ്ലാക്കിന് സംഭവിച്ച അതേ മിസ്റ്റേക്ക് വൈറ്റിനും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ആ F7ലെ പോൺ പിന്നിങ്ങിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല, പകരം മറ്റൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു സാക്രിഫൈസിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് D5ലെ പോൺ എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ക്വീൻ ഇട്ടെടുക്കുന്നു. പോൺ വെച്ച് ക്വീൻ ഇട്ടെടുക്കുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇത് ഡബിൾ ചെക്കാണ്. ഇപ്പോൾ നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും ചെക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് H8ലേക്ക് മാറേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റ് വെച്ച് G6ലെ പോണിട്ട് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റായി. ഗെയിമിൽ കുറച്ച് മോശം മൂവുകളുണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചെക്ക്മേറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഗെയിം കാണിക്കാൻ തീരുമാനിച്ചത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.